വരാൻ പോകുന്ന കേരളയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. അതിന് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ ഞാനിപ്പോ പോകാതിരുന്നതാണ്. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. നമ്മളിതിനെ എതിർക്കാൻ കാര്യം അതിനൊരു പ്രോപ്പർ DPR പോലും ഉണ്ടായിരുന്നില്ല. പാരിസ്ഥിതികമായ ദുരന്തമായിരുന്നു അത് നടപ്പാക്കിയിരുന്നെങ്കിൽ സിൽവർ ലൈൻ. കാരണം 300 കിലോമീറ്റർ ദൂരം 30 അടി ഉയരത്തിലെ എംബാങ്ക്മെന്റ് ആയിരുന്നു. കേരളത്തിന്റെ ഒരു ജോഗ്രഫിക്കൽ സ്റ്റേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, സ്ലോപ്പാണ് കേരളം അല്ലേ. അവിടെ നിന്ന് നദികൾ ഒഴുകി താഴേക്ക് വന്ന് കടലിൽ പതിക്കുന്ന ഒരു സ്ലോപ്പായിട്ടുള്ള സ്ഥലമാണ്. അതിനിടയിൽ 30 അടി ഉയരത്തിൽ 300 കിലോമീറ്റർ ദൂരം എംബാങ്ക്മെന്റ് പണിയുക എന്ന് പറഞ്ഞ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിരുന്നില്ല. അത് എൻവയൺമെന്റ് ഡിസാസ്റ്റർ ഉണ്ടാവുമായിരുന്നു, പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാവുമായിരുന്നു. DPR പോലും ഇല്ലാതിരുന്ന പദ്ധതി ആയിരുന്നില്ല കേരളയിൽ. കേരളം റെയിൽവേ മന്ത്രാലയത്തിന് DPR സമർപ്പിക്കുന്നത് 2020 ജൂൺ 24-ന്. 2022 ജനുവരിയിൽ അന്നത്തെ LDF സർക്കാർ DPR നിയമസഭയിൽ വെക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ കേരളത്തിൽ നടപ്പിലാക്കിയ വൻകിട പദ്ധതികളെല്ലാം ഒരിക്കൽ ഉപേക്ഷിച്ചു പോയ ദേശീയപാത വികസനം അടക്കം നടപ്പിലാക്കിയത് ഭൂമി ഏറ്റെടുത്തു തന്നെ. ആ പ്രതിഷേധങ്ങളെയൊക്കെയും അർഹമായ പുനരധിവാസം കൊണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞ കേരളത്തിന് സിൽവർ ലൈനിൽ പിഴച്ചതെവിടെയാണ്? തീരദേശ ഹൈവേയും മലയോര ഹൈവേയും ഇടമൺ കൊച്ചി പവർ ഹൈവേയും വയനാട് തുരങ്കപാതയും ഗെയിലുമൊക്കെ പ്രതിഷേധമിരമ്പിയപ്പോഴും നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് വെല്ലുവിളിച്ചപ്പോഴും നാടിന്റെ അനിവാര്യതയായിരുന്നു. സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം വിട്ടുകൊടുത്ത എത്രയോ മനുഷ്യരാണ് അതിവേഗമുള്ള സഞ്ചാരമെന്ന ആധുനിക കേരളത്തിന്റെ ആവശ്യത്തെ യാഥാർത്ഥ്യമാക്കിയത്. പക്ഷേ കേന്ദ്രാനുമതിക്ക് മുന്നേ മനുഷ്യന്റെ സ്വപ്നങ്ങളുടെ മേൽ പതിച്ച മഞ്ഞക്കുറ്റി തകർത്തുകളഞ്ഞത് ഒരു സർക്കാരിനോടുള്ള അവന്റെ വിശ്വാസ്യത കൂടിയാണ്. അധികാരത്തിലേറി 3-ാം ദിവസം മുൻ സർക്കാരിന്റെ സ്വപ്ന പദ്ധതി റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി VD സതീശൻ. നല്ലത് തന്നെ. കേരളയിൽ യാഥാർത്ഥ്യമായാൽ ഭൂമി നഷ്ടമാകുമായിരുന്ന മനുഷ്യർക്ക് കോൺഗ്രസ് കൊടുത്ത ഉറപ്പുകൂടിയായിരുന്നു അത്. പക്ഷേ സിൽവർ ലൈൻ പ്രതിഷേധങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്ന കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം ഹൈസ്പീഡ് റെയിലാണ്. അടുക്കളയും കുളിമുറിയും കിടപ്പുമുറിയും ഒക്കെ സർവേയുടെ പരിധിയിൽ വരാത്ത ഹൈസ്പീഡ് റെയിലാണോ പ്രകടന പത്രികയിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നറിയില്ല. ദേശീയപാത വികസനത്തിനായി തുറന്ന ഓഫീസ് പോലും പൂട്ടി സീൽ വെച്ചു പോയവർ എങ്ങനെയാണ് ഹൈസ്പീഡ് റെയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നും അറിയില്ല. അതെന്തു തന്നെ ആയാലും വികസനം എന്നത് വിട്ടുകൊടുക്കുന്നവന്റെ വിശ്വാസ്യത നേടിയായില്ലെങ്കിൽ പിഴുതെറിയും അവർ മഞ്ഞക്കുറ്റിക്കൊപ്പം അത് നാട്ടാൻ വരുന്നവനെ. ഇനി ചർച്ചയിൽ അതിഥികളായി ചേർന്നവർ റിജിൽ മാക്കുറ്റി കോൺഗ്രസിൽ നിന്നും, ഡോക്ടർ PK ഗോപൻ CPIM, P ശ്യാംരാജ് BJP നേതാവ്, TT ഇസ്മായിൽ സിൽവർ ലൈൻ സമരസമിതി വൈസ് ചെയർമാൻ എന്നിവരാണ്. ആദ്യം ഞാൻ റിജിൽ മാക്കുറ്റിയിലേക്കാണ് പോകുന്നതും. റിജിൽ, സിൽവർ ലൈൻ എന്നുള്ളത് അത് റദ്ദാക്കുമെന്നുള്ളത് പ്രകടന പത്രികയിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം കൂടിയായിരുന്നു. പക്ഷേ സിൽവർ ലൈന് ബദലായി RRTS മോഡലിൽ ഒരു മാതൃക മുന്നോട്ട് വെച്ച് കഴിഞ്ഞ സംസ്ഥാനമാണ് ഇതിനോടകം കേരളം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ ഇതിനെക്കുറിച്ച് പറയുമ്പോഴും സിൽവർ ലൈൻ എതിരല്ല, അത് ഏത് നിലയിൽ നടപ്പിലാക്കുമെന്നതിനെക്കുറിച്ച് ആലോചനയിലുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന് എന്ന് ഞാൻ മുൻപ് തന്നെ പറഞ്ഞതുപോലെ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളെ കണക്കിലെടുത്തുകൂടിയായിരുന്നു അത്. എന്തായാലും ആ തീരുമാനം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ. എങ്ങനെയാണ് പ്രാഥമികമായി ഈ തീരുമാനത്തെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ കേരളത്തിൻ്റെ അകത്ത് വികസനം വരുന്നതിന് ആരും എതിരല്ല. പക്ഷേ കേരളയിൽ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പാരിസ്ഥിതികമായ സംവിധാനത്തിന് അനുകൂലമല്ല എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ആശങ്കകളും ഈ നാടിനകത്തുള്ള പല വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലയിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ, പ്രത്യേകിച്ച് അന്നത്തെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെ ഈ പദ്ധതി ഒരിക്കലും കേരളത്തിൽ നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുമ്പോഴും ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവൻ്റെയും വീടിൻ്റെ അടുക്കളയിലും അവൻ്റെ വീട്ടിൻ്റെ മുറ്റത്തുമെല്ലാം ഈ മഞ്ഞക്കുറ്റി സ്ഥാപിച്ചുകൊണ്ട് ഞങ്ങൾ ആ കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയായിരുന്നു. പക്ഷേ തീർച്ചയായും വലിയ രൂപത്തിൽ പ്രതിഷേധം കേരളത്തിലെമ്പാടും ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു ഞങ്ങൾ ഒരു പ്രതിഷേധം, അന്നത്തെ മന്ത്രി ശ്രീ ഗോവിന്ദൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ പ്രതിഷേധിക്കാൻ പോയ ഞങ്ങളെ അതിക്രൂരമായാണ് എന്നെ ഉൾപ്പെടെ അന്നത്തെ DYFIയുടെയും SFIയുടെയും നേതാക്കന്മാരെല്ലാം ആക്രമിച്ച് അതിക്രൂരമായി തല്ലിച്ചതച്ച് മുമ്പോട്ട് പോയി എന്നത്
ഇന്ന് ഈ കേരയിൽ എന്ന് പറയുന്ന ആ ജനവിരുദ്ധ നയം നടപ്പാക്കിയപ്പോൾ ഏറെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അത് കേരളത്തിലെമ്പാടും ഇപ്പോൾ കോൺഗ്രസോ UDF മാത്രമല്ല, കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും വികസന വിരുദ്ധർ അന്ന് ഇവർ ചാപ്പകുത്തുണ്ടെങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങൾ ഈ കേരളത്തിൻ്റെ പാരിസ്ഥിതികമായ സംവിധാനത്തിന് എതിരായിട്ടുള്ള പദ്ധതി നടപ്പാക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചുകൊണ്ട് അവർ നടത്തിയ വലിയ പ്രതിഷേധം, വലിയ പോരാട്ടം, അതിൻ്റെ പേരിൽ ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും മർദ്ദനങ്ങളും എല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും ഇച്ഛാശക്തിയോടെ കേരളം അതിനെ ചെറുത്ത് തോൽപ്പിക്കുകയായിരുന്നു ഉണ്ടായത്. തീർച്ചയായിട്ടും അതിനെതിരെയുള്ള പ്രതിഷേധം UDF എന്ന രൂപത്തിൽ അതിശക്തമായി ഞങ്ങളന്ന് ഉയർത്തിയിട്ടുണ്ട്. ഈ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ആ കാര്യം പറഞ്ഞിട്ട് തീർച്ചയായും രണ്ടാമത്തെ മന്ത്രിസഭാ യോഗം തീരുമാനപ്രകാരം ഇന്ന് ആ കേരയിൽ പദ്ധതി ഉപേക്ഷിക്കുകയാണ്, അത് നിർത്തുകയാണ് എന്നുള്ള ഒരു വലിയ തീരുമാനം എടുത്തപ്പോൾ വലിയ സന്തോഷം, വലിയ അഭിമാനം ഉൾപ്പെടെ അന്ന് നടത്തിയ സമരത്തിൻ്റെ പേരിൽ ഞങ്ങളൊക്കെ വേട്ടയാടപ്പെട്ടപ്പോഴും അതിനകത്ത് ഒരു അഭിമാനമുണ്ടായി, സന്തോഷമുണ്ടായി. ആ സന്തോഷത്തിൽ ഈ നാട്ടിലെ ഭൂമി ഏറ്റെടുക്കപ്പെട്ട ആ സാധാരണക്കാരായ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ, എത്രയോ സമരങ്ങൾ നമ്മൾ കണ്ടതാണ്, അവരുൾപ്പെടെ ഇന്ന് ആഹ്ലാദ തിമിർപ്പിലാണ്. തീർച്ചയായിട്ടും അത്തരം ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കില്ല എന്ന് ഒരു ഗവൺമെൻറ് ഇച്ഛാശക്തിയാണ്. പക്ഷേ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലുള്ള സംവിധാനങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അത് ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ്, അല്ലാതെ അവരുടെ മുകളിൽ കടന്നു കയറിക്കൊണ്ട് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരെ വെല്ലുവിളിച്ചുകൊണ്ട് അവരെ പിന്നെ ശത്രുപാളയത്തിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു വികസന പദ്ധതിയും UDFൻ്റെ ഭാഗത്ത് ഉണ്ടാകില്ല. അവരെയും കൂടി ചേർത്ത് കേരളത്തിൻ്റെ പാരിസ്ഥിതികമായ അന്തരീക്ഷത്തെ കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള പദ്ധതികളുമായി മാത്രമേ UDF മുന്നോട്ട് പോകുമെന്ന് പറയാൻ കൂടി ആഗ്രഹിക്കുകയാണ്. ശരി, ശ്രീ PK ഗോപൻ, എത്ര മികച്ച പദ്ധതിയാണെങ്കിലും ആ പദ്ധതി നടപ്പിലാക്കുന്ന രീതിയാണ് അതിനേക്കാൾ പ്രധാനം എന്ന് കേരളം സമീപകാലത്ത് കേരളത്തിന് ബോധ്യപ്പെടുത്തിയ മറ്റൊരു പദ്ധതിയില്ല. അതിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആയിരിക്കും കേരളത്തിന്റെ ചരിത്രത്തിലുടനീളം ഈ സിൽവർ ലൈൻ പദ്ധതി എന്നുള്ളതാണ് തോന്നുന്നത്. ഇപ്പോൾ റിജിൽ മാക്കുറ്റി തന്നെ പറഞ്ഞതുപോലെ ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കാതെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ മികച്ച ഉദാഹരണമായി മാറുന്നില്ലേ സിൽവർ ലൈൻ? എന്തിനായിരുന്നു ഈ എടുത്തുചാട്ടം? എടുത്തുചാട്ടം എന്നുള്ള പ്രയോഗം കേരളത്തിലെ കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ വികസന പ്രവർത്തനത്തിന് യോജിക്കുന്ന ഒരു വാക്കേ അല്ല. കാരണം ശ്രീമതി അസിത തന്നെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൽ മിന്നുന്ന വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്നു, ജനങ്ങളുടെ പങ്കാളിത്തത്തോടെയും സ്വീകാര്യതയോടെയും കൂടി. നിങ്ങൾ നോക്കൂ, NH66 അത് 30 വർഷക്കാലം കേരളത്തിലെ ജനങ്ങൾ അതിനെ എതിർത്ത് സമരം ചെയ്തതാണ്. 2 കാരണങ്ങളാൽ അതിന് പ്രതിസന്ധി ഉണ്ടായി. ഒന്ന്, 30 മീറ്റർ നിലവിൽ അത് 45, അത് 60 ആക്കാൻ പാടില്ല എന്ന് സമരം ചെയ്തവർ. കേന്ദ്ര ഗവൺമെൻറ് 60-ൽ കുറച്ച് അത് ചെയ്യില്ല എന്ന വാശി. ഏറ്റവും ഒടുവിൽ 30-കാരെ 45-ലേക്ക് എത്തിക്കുന്നു, 60-കാരെ 45-ലേക്ക് താഴ്ത്തുന്നു. ആ ഇടപെടൽ നടന്നതുകൊണ്ട് മാത്രമല്ല NH66 പൂർത്തിയായത്. പിന്നെയോ നന്നായി പണം കൊടുത്തു അവർക്ക്. ഒരാളും അവിടെ കുടിയൊഴിപ്പിക്കപ്പെട്ട്. അല്ല ശ്രീ PK ഗോപൻ, അതൊക്കെ അടുത്ത ഘട്ടത്തിലല്ലേ? അങ്ങനെയുള്ള ഒരു ഇടപെടലും ഉണ്ടാകാത്തതായിരുന്നല്ലോ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായി മാറുകയും ചെയ്തത്. കേന്ദ്ര അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒന്ന്. അത് മാത്രമല്ല, അത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ RRTSുമായി ബന്ധപ്പെട്ട ഒരു മാതൃക മുന്നോട്ട് വെച്ചിരുന്നല്ലോ LDF സർക്കാരിന്റെ അവസാന കാലത്ത്. അപ്പോൾ അതിൽ പോലും സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട ആ മുന്നോട്ട് പോക്ക് അത് ശരിയായിരുന്നില്ല എന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആരെയാണ് ഇത് ബാധിക്കുന്നത്? സാധാരണക്കാരായ ജനങ്ങളെയാണ്. അപ്പോൾ അവിടെയായിരുന്നു പ്രശ്നം. ആ ജനങ്ങളിൽ ആർക്കെങ്കിലും എന്താണ് നടക്കാൻ പോകുന്നതെന്നോ എന്താണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. ഇന്ന് വരുന്ന പ്രതികരണങ്ങളിൽ അവർ പറയുകയാണ്, പെട്ടെന്നൊരു ദിവസം വീട്ടിൽ വന്ന് മഞ്ഞക്കുറ്റി ഇടുകയാണ്, ഞങ്ങളോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെയായിരുന്നു പ്രശ്നം ശ്രീ PK ഗോപൻ. അതുകൊണ്ടാണ് അതിനെ എടുത്തുചാട്ടം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരുന്നത്. അസിത, ഞാൻ പറഞ്ഞു തുടങ്ങിയതല്ലേ ഉള്ളൂ. അങ്ങയുടെ ഒരു വാക്ക് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ചൊടിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതിന് എടുത്തുചാട്ടം എന്ന വാക്ക് ഉപയോഗിക്കാത്തതിന്റെ കാരണം വിശദീകരിക്കാം. യെസ്, ഞാൻ അത് വിശദീകരിക്കുകയല്ലേ, ഞാൻ ഒരുപാട് സമയം എടുക്കില്ല. രണ്ടാമത് എൻ്റെ സുഹൃത്ത് റിജിൽ പറഞ്ഞത് ഈ UDF വികസനത്തിനെതിരല്ലായിരുന്നു എന്നാണ്. UDF എതിരായിരുന്നു ഈ ഹൈവേ ഉണ്ടാക്കുന്നതിന്, ഗെയിൽ പൈപ്പ് ലൈന്, ഇടമൺ കൊച്ചി പവർ ലൈന്. ഏറ്റവും ഒടുവിൽ ബഹുമാന്യനായ ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങൾ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ കിടപ്പുണ്ട്. വയനാട് ദുരന്തം ഞങ്ങൾ സമ്മതിക്കത്തതേയില്ല, പാരിസ്ഥിതികമായ ദോഷമുണ്ടാക്കുന്നതാണ്, ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹം അത് നിർത്തിവെക്കുമെന്ന് ഞാൻ പറയുമെന്ന് വിചാരിച്ചതാണ്. നിർത്തിവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം അദ്ദേഹം നടപ്പിലാക്കിയില്ല. വയനാട് തുരങ്കം നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായപ്പോൾ അത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ വികസനത്തിനെതിരായിട്ട് നിന്ന സമീപനം എടുത്തവർ തന്നെയാണ്
എന്താണ് കേരളയിലേക്ക് വന്നാൽ? ഞാൻ NH-66 കാര്യം പറയാൻ കാരണം, അല്ലെങ്കിൽ മലയോര പാത അല്ലെങ്കിൽ തീരദേശ പാതയ്ക്കെല്ലാം നമ്മൾ ഭൂമി എടുത്തിട്ട് തന്നെയാണ് വികസന പ്രവർത്തനം നടത്തുന്നത്. കർണാടകത്തിൽ ഭരണം കിട്ടിയപ്പോൾ യലഹങ്കയിൽ പാവപ്പെട്ടവരെ കുടിയൊഴിപ്പിച്ചതുപോലെയോ ഡൽഹിയിൽ ഭരണം കിട്ടിയവർ ഡൽഹിയിൽ നിന്ന് കുടിയൊഴിപ്പിച്ചതുപോലെയോ ഇന്ന് കഴിഞ്ഞ 14 വർഷമായിട്ട് കുടിയൊഴിപ്പിക്കണമെന്ന് കോടതി ഓർഡർ ഉണ്ടായിട്ട് നടപ്പിലാക്കാൻ കഴിയാത്ത എറണാകുളത്തെ പ്രദേശത്ത് ഇന്ന് കുടിയൊഴിപ്പിക്കാൻ ചെന്നതുപോലെയോ ജനങ്ങളെ തെരുവിലിറക്കിയിട്ടുള്ള വികസനമല്ല നടത്തുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആകുമ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ പതിവ് വസ്തുതാവിരുദ്ധമായ നിലപാടുകളിൽ നിന്ന് മാറി നിൽക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം അങ്ങ് തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചു, ഇതിന് DPR ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട കമൻറ്റ് DPR ഇല്ലാത്ത പ്രോജക്റ്റ് എന്നാണ്. ഡീറ്റെയിൽസ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഇല്ലാതാണ് ഇത് നടപ്പിലാക്കാൻ പരിശ്രമിച്ചതെന്നുള്ളത് വസ്തുതാവിരുദ്ധം. 2, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രാഥമിക അനുമതി ഉള്ളത് കൊണ്ടാണ് ഇത് തുടങ്ങാൻ കഴിഞ്ഞത്. എന്നാൽ അവർ അനുമതി ഫൈനലായിട്ടുള്ള അനുമതി തരാതിരുന്നത് രാഷ്ട്രീയ കാരണങ്ങളാലാണ്. ഇനി വടക്കേ ഇന്ത്യയിൽ എത്രയോ സ്ഥലത്ത് ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത കാര്യം, നിങ്ങൾക്ക് ഭൂമിയിലല്ലാതെ ഇങ്ങനെ ഒരു കേരളയിലോ അല്ലെങ്കിൽ വേറൊരു പേരിലോ ഒരു റെയിൽ ലൈൻ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഞാൻ 100% സ്വാഗതം ചെയ്യുന്നു. ഭൂമി എടുക്കാതെ നിങ്ങൾക്ക് കേരളയിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതികത്വമാണ്, അത് അവിടെ മാറ്റിവെക്കാൻ നമുക്ക് അതിലേക്ക് വരാം. അത് മാത്രമല്ല, അത് ഇനിയിപ്പോൾ ഈ ചത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അതുമായി ബന്ധപ്പെട്ട സാങ്കേതികത്വത്തിലേക്ക് നമ്മൾ ഇനി പോയിട്ട് എത്ര കാര്യമുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അതിനപ്പുറം ഇവിടെ ഇതിൽ നേരിട്ട് ഏറ്റവും വലിയ പ്രതിസന്ധി ജനങ്ങളുടെ പ്രതിഷേധമായിരുന്നു, ജനകീയ പ്രതിഷേധമായിരുന്നു. അവർ ഇപ്പോഴും പറയുന്നത് പോലെ, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ദേശീയപാത വികസനത്തിനടക്കം ഞാൻ മുൻപ് സൂചിപ്പിച്ച എല്ലാ പദ്ധതികൾക്കും ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് കേരളത്തിൽ. അന്നൊന്നും കാണാത്ത പ്രതിഷേധം ഇവിടെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതൊന്നും വിശദീകരിക്കേണ്ടവർ അവരോട് വിശദീകരിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്. അവിടെ ഒരു വീഴ്ച ഉണ്ടായി എന്ന് സമ്മതിക്കേണ്ടേ ഇനിയെങ്കിലും? അല്ല, പ്രതിഷേധം ഇല്ലെന്ന് ശ്രീമതി അസിത പറയുകയാണോ? നന്ദിഗ്രാമിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്നല്ലേ കീഴാറ്റൂര് നാഷണൽ ഹൈവേ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത്? ജീവിച്ചിരിക്കുകയാണെങ്കിൽ നടപ്പിലാക്കില്ലെന്നാണ് പറഞ്ഞത്. ഇത് സാധാരണ ജനങ്ങളുടെ പ്രശ്നത്തിലേക്ക് നമുക്ക് അഡ്രസ്സ് ചെയ്യാതിനെ, ഞാൻ ഈ മഞ്ഞക്കുറ്റി വീടിൻ്റെ മുമ്പിൽ കിടക്കുന്ന അടുക്കളയിൽ മഞ്ഞക്കുറ്റി വൈകാരികമായി പറയുകയാണ്. കിടപ്പ് മുറിയിൽ മഞ്ഞക്കുറ്റി, കക്കൂസിൽ കുളിമുറിയിൽ മഞ്ഞക്കുറ്റി. ഒരു വീട് നിങ്ങൾ മൊത്തത്തിൽ എടുക്കാൻ തീരുമാനിച്ചാൽ ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടുമല്ലോ. ഇനി കക്കൂസും കുളിമുറിയും കിടപ്പറയൊന്നും ഇല്ലാത്ത വീടുകൾ മാത്രമേ ഇനി അടുത്ത റെയിൽ ലൈനിന് എടുക്കുന്നുള്ളെങ്കിൽ നല്ല സന്തോഷമായ കാര്യമാണ്. നമ്മൾ അവർക്ക് അങ്ങനെ ഒരു കുറ്റി അവിടെ ഇട്ടത് അതിൻ്റെ അലൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. ആ കുറ്റി ഇടുന്ന സ്ഥലത്ത് ആ ജനവിഭാഗത്തിന് മാറി താമസിക്കാൻ ഏറ്റവും ഭംഗിയാർന്ന അവരാഗ്രഹിക്കുന്ന നഷ്ടപരിഹാരം കൊടുത്തല്ലാതെ അവരുടെ ഭൂമി എടുക്കത്തില്ല എന്ന് സർക്കാർ പറഞ്ഞതാണ്. അങ്ങനെ ഈ നേരത്തെ ചൂണ്ടിക്കാണിച്ച എല്ലാ വികസന പ്രവർത്തനത്തിലും ജനങ്ങളെ ആരെങ്കിലും നാഷണൽ ഹൈവേയുടെ വികസനത്തിൻ്റെ ഭാഗമായി തെരുവിൽ കിടക്കുന്ന ഒരു കുടുംബത്തിൻ്റെ പേര് നിങ്ങൾ പറ. ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ ഭാഗമായി തെരുവിലാക്കപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ പേര് പറ. മലയോര തീരദേശ ഹൈവേയുടെ വികസനത്തിൻ്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെട്ട് അനാഥരായി കിടക്കുന്ന ഒരു ഫാമിലിയുടെ പേര് നിങ്ങൾ കേരളത്തിൽ ചൂണ്ടിക്കാണിക്കുക. എന്തിനൊരു ദുരന്തം ഉണ്ടായപ്പോൾ അവർക്ക് വീട്ടുവാടക കൊടുക്കുകയും അവർക്ക് അതുവരെ ജോലി ചെയ്യാനുള്ള പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തൊരു സർക്കാരാണ് ഇവിടെ. അതുകൊണ്ട് ജനങ്ങളെ തെരുവാധാരമാക്കിക്കൊണ്ടുള്ള വികസനമല്ല, ഇത് പൊളിറ്റിക്സാണ്. കേരളയിൽ വേണം അന്ന് പറഞ്ഞത് എന്താ? കേരളയിൽ വേണ്ട എന്നുള്ളത് മാത്രമല്ല പറഞ്ഞത്, അല്ലെ കുടിയൊഴിപ്പിക്കലിൻ്റെ പ്രശ്നം മാത്രമല്ല പറഞ്ഞത്. നിങ്ങളുടെയൊക്കെ ഓർമ്മയെ കാണുമല്ലോ എന്തിനാ ഇത്രയും വേഗത എന്നാണ് ചോദിച്ചത്. അവരുടെ ഒരു വനിതാ MLA വളരെ കൃത്യമായിട്ട് ചോദിച്ചത് ഈ സ്പീഡിൽ ആര് യാത്ര ചെയ്യണമെന്നാണ് ചോദിച്ചത്. കേരളത്തിൽ ഒരു റെയിൽ ലൈൻ വേണമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ എല്ലാവർക്കും തർക്കം ഉണ്ടാകും തോന്നുന്നില്ല. അത് LDF നടപ്പിലാക്കേണ്ടെന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ തർക്കം. നോക്കൂ, ഇപ്പോഴും ആ പ്രതിഷേധങ്ങളിൽ പലതും രാഷ്ട്രീയമായിരുന്നു എന്നുള്ളത് തന്നെയാണ് അന്ന് പ്രതിഷേധത്തിന് എതിർവശത്ത് നിന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ CPIM LDF ഇപ്പോഴും കാണുന്നത്. കേന്ദ്രത്തിന്റെ അംഗീകാരം കിട്ടാത്തത് കൊണ്ട് തന്നെ ആ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കേസുകൾ പലയിടങ്ങളിലും ഇപ്പോഴും ഉണ്ടായിരുന്ന മഞ്ഞക്കുറ്റി, ഇന്ന് റിജിൽ മാക്കുറ്റിയുടെയൊക്കെ നേതൃത്വത്തിൽ പലയിടത്തു നിന്നും ആ മഞ്ഞക്കുറ്റി പിഴുതെറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മഞ്ഞക്കുറ്റികളടക്കം വലിയ ആശങ്കയായി നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അവിടെയാണ് ഇങ്ങനെ ഒരു തീരുമാനം വരുന്നത്, പ്രഖ്യാപനം വരുന്നത്. ഒരുപാട് കേട്ടു കാണുമല്ലോ രാഷ്ട്രീയ പ്രതിഷേധമായിരുന്നു എന്നും. അപ്പോൾ അതിനുകൂടി ഒരു മറുപടിയാണ് ഈ സർക്കാരിന്റെ തീരുമാനം എന്നതാണോ കാണുന്നത്? തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിലാണ് കേരളത്തിലെ കേരളയിൽ വിരുദ്ധ സമര പ്രവർത്തകന്മാർ. അത് ഇന്ന് തന്നെ വിഷ്വലൈസ് ചെയ്ത് നിങ്ങളിത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രമാണ് ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ഈ സമരത്തിലെ പ്രതിബന്ധങ്ങൾ. ഞങ്ങൾക്ക് വ്യക്തിപരമായും സമരപ്രവർത്തകർക്ക് ഏറെ കൃത്യമായിട്ടുള്ള
വിവേചനങ്ങളും അപവാദങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഈ സമരത്തിൽ. എൻ്റെ നാട്ടിൽ കോഴിക്കോട് ജില്ലയിലെ കാട്ടിലെ പീടികയിലാണ് 2020 ഒക്ടോബർ 2 ബഹുമാനപ്പെട്ട കൽപ്പറ്റ നാരായൺ സാറ് സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു. ഇന്നും ആ സമരം അവിടെ നടക്കുകയാണ്. ഇന്ന് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ മാടപ്പള്ളിയിൽ 2022 മാർച്ച് മാസം 17 സമരം ആരംഭിക്കുകയുണ്ടായി. അതിപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമരത്തിൽ ഞങ്ങൾ കേട്ട കാര്യങ്ങൾ എന്താണെന്ന് 2020 ഡിസംബറിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അതുകൊണ്ടാണ് ഇവരിങ്ങനെ പന്തൽ കെട്ടി സമരം നടത്തുന്നത് എന്നാണ് ആദ്യം കേട്ട അപവാദം. 2020 ഡിസംബറിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയപ്പം ഞാൻ കേട്ട അപവാദം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് MLA സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ മാത്രമല്ല സമരപ്രവർത്തകന്മാർ അങ്ങനെ ചെയ്തു. ഞങ്ങൾ ഈ സമരത്തിലേക്ക് വരുന്നത് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ഞങ്ങളുടെ നാട്ടുകാർ, ഇതിൻ്റെ ഈ സിൽവർ ലൈൻ അലൈൻമെന്റിലുള്ള വീട്ടുകാരുടെ കൃത്യമായ പ്രയാസങ്ങൾ മനസ്സിലാക്കി ഈ വിഷയത്തിൽ ആദ്യം സമരം തുടങ്ങുന്നത് അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഈ സമരത്തിന് ഒരു നായകരല്ല, പല നായകന്മാരല്ല. ഈ സമരത്തിന്റെ നായകന്മാർ ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമരക്കാരും മുഴുവൻ ജനങ്ങളുമാണ്. കേരളം ഈ സമരത്തെ മാറോട് ചേർത്ത് പിടിച്ചാണ്. ഞങ്ങൾ തന്നെ പറഞ്ഞത് സമരങ്ങളുടെ മാതാവാണ് കേരളയിൽ വിരുദ്ധ സമരം എന്നാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങളുടെ വാക്കുകൾ കേരളത്തിലെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് കൃത്യമായി UDF ഇതിനെ ഒരു സമിതി വെച്ച് പഠിച്ചതിന് ശേഷം മാത്രമാണ് ഈ സമരത്തിലേക്ക് വന്നതും ഈ വിഷയത്തെ ഏറ്റെടുത്തതും. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്ന് ഞങ്ങളോട് വാക്ക് പാലിച്ചു. അദ്ദേഹം 1000ാമത്തെ ദിവസം ഞങ്ങളുടെ സമരപന്തലിൽ പക്ഷേ ശ്രീ ടി ടി ഇസ്മായിൽ, ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ഇടപെട്ട് ചോദിച്ചോട്ടെ. ഇപ്പോൾ PK ഗോപൻ ഉൾപ്പെടെ ഇവിടെ സൂചിപ്പിച്ചത് ഈ കഴിഞ്ഞ 10 വർഷത്തിൽ പ്രത്യേകിച്ചും എന്ന് വേണമെങ്കിൽ പറയാം, കേരളത്തിൽ തുടങ്ങി വെച്ചതോ അല്ലെങ്കിൽ പൂർത്തീകരിച്ചതോ ആയ ഒരുപാട് വികസന പദ്ധതികൾ, അതിൽ ഭൂരിഭാഗവും ഭൂമി ഏറ്റെടുത്തുകൊണ്ട് തന്നെയുള്ളതായിരുന്നു. അവിടെ വീടൊക്കെ നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷെ അവരെയൊക്കെ പുനരധിവസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങളോടും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആ ഉറപ്പിനെ അതിനെ വിശ്വാസത്തിലെടുക്കാതെ പോയത്? ശ്രീ ഗോപൻ നടത്തിയിട്ടുള്ള പ്രസ്താവന തന്നെ സത്യവിരുദ്ധമാണ്. ഇവിടെ നടന്ന ഇത്തരത്തിലുള്ള ഓരോ വികസന പദ്ധതികളിലും യഥാർത്ഥത്തിൽ ഒരു പുഴുക്കളെ പോലെയാണ് ഈ ഗവൺമെന്റ് മനുഷ്യന്മാരെ കണ്ടിരുന്നത്. അവരുടെ ഇവാക്യുവേഷൻ നടന്ന് റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഏറ്റവും ബഹുമാനത്തോടു കൂടി കാണേണ്ട, അതായത് നാട്ടിന്റെ വികസന രംഗത്ത് അവരുടെ എല്ലാം ഉപേക്ഷിച്ച് പോകാൻ തയ്യാറാകുന്ന ഒരു ജനതയോട് ഒരു സർക്കാർ കാണിക്കേണ്ടത് ബഹുമാനവും ആദരവാണ്. അത് കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, മൂലമ്പള്ളി സമരം നിങ്ങൾ എടുത്തു നോക്കിയാൽ, വല്ലാർപാടം കണ്ടെയ്നർ സമരം ആ പ്രദേശം നിങ്ങൾ എടുത്തു നോക്കിയാൽ, ഇപ്പോഴും നിങ്ങൾ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടാർപോളിന്റെ ചുവട്ടിൽ അതിജീവിക്കുന്ന കുറെ മനുഷ്യന്മാർ നിങ്ങൾക്ക് കാണാം. അപ്പോൾ മനുഷ്യന്മാർ പുഴുക്കളാണ്. ഞങ്ങൾക്ക് വികസനം മതി. യഥാർത്ഥത്തിൽ കേരളയിൽ എന്ന് പറയുന്നത് തികഞ്ഞ കോർപ്പറേറ്റ് ദുരന്ത വികസനമായിരുന്നു എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ തുടക്കക്കാർ മാത്രമായിരുന്നു. അത് ഏറ്റെടുക്കാൻ ആരെ കിട്ടുമെന്നുള്ള വല്ലാത്തൊരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ ജനങ്ങളോട് സംവദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കേരളത്തിലെ എല്ലാ ആക്ടിവിസ്റ്റുകളും കേരളത്തിലെ പ്രതിപക്ഷം മുഴുക്കയും ഞങ്ങളുടെ സമരപന്തൽ ഉണ്ടായിരുന്ന സ്ഥലം തോട്ടോളി എന്ന് പറയുന്ന വീട്ടുകുടുംബമാണ്. അവർ CPM-ന്റെ ആളുകളാണ്. അവരടക്കം ആ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഞങ്ങളുടെ ഈ സമരത്തോട് ചേർന്ന് നിന്നു. ആ സമരത്തെ വിജയിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും പ്രധാന പങ്കുവച്ചത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇതുമായിട്ട് നടത്തിയിട്ടുള്ള സമ്പൂർണമായിട്ടുള്ള ഒരു പഠനത്തിന്റെ റിസൾട്ട് പലരും മൂടിവെക്കാൻ ശ്രമിച്ചിട്ടും അവർ ധൈര്യസമേതമായി അവർ പുറത്തുവിട്ടു. കേരളത്തിന് പരിസ്ഥിതി ആഘാതമുണ്ടാകുമെന്നും കേരളത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ ഹൃദയതാളം ഇത് തടസ്സപ്പെടുത്തുമെന്നും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഓരോ ആളുകളും ഞങ്ങളുടെ സമരത്തിലേക്ക് വന്നു ചേർന്നത്. ഒരുപാട് ലോകോത്തരമായിട്ടുള്ള ആക്ടിവിസ്റ്റുകൾ കേരളത്തിലെ എല്ലാ സാമുദായിക സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മതനേതാക്കന്മാർ, സാഹിത്യകാരന്മാർ, സാംസ്കാരിക നായകന്മാരൊക്കെ ആ സമരത്തോടൊപ്പം ചേർന്നത് വെറുതെ ഏതെങ്കിലും കക്ഷികൾക്കെതിരായിട്ടുള്ള സമരമായിട്ടായിരുന്നില്ല, മറിച്ച് 1 ലക്ഷത്തോളം ആടുകളെ കുടിയിറക്കണം. DPR-നെ കുറിച്ച് ഇവിടെ സംസാരിച്ചല്ലോ. യഥാർത്ഥത്തിൽ ഒരു തട്ടിക്കൂട്ട് DPR ആണെന്ന് സുപ്രീം കോടതി തന്നെ പറയുന്ന ഒരു സാഹചര്യം ആ DPR-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. എന്നാൽ ഞങ്ങൾ ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്. ഞങ്ങളുടെ ഒരു ജനപക്ഷ ഗവൺമെന്റ് വന്നാൽ ഇതൊക്കെ എന്തായാലും അസ്തമിക്കുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. ആ ഗവൺമെന്റ് ഈ ആദ്യം തന്നെ ഈ അവസ്ഥാവിശേഷത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അവർ ഞങ്ങളുടെ സമരത്തിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും കേരളത്തിന് വികസനം വേണം, കേരളത്തിന് വേഗ റെയിൽ വേണം എന്നുള്ള
ഒരവസ്ഥയിൽ പക്ഷാന്തരമില്ല. പക്ഷേ ഈ കോർപ്പറേറ്റുകൾക്ക് വളരാനുള്ള ഏറ്റവും നല്ല മണ്ണൊരുക്കി കൊടുക്കുന്ന ദുരന്ത വികസന പദ്ധതികൾക്കെതിരെയാണ് കാട്ടിലപ്പീടികയിലും മാടപ്പള്ളിയിലും കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നടന്ന ഞങ്ങൾ സമരങ്ങളുടെ മാതാവ് എന്ന് വിളിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ സമരം. ആ സമരം കേരളത്തിലെ ഗവൺമെന്റ്, പുതിയ ഗവൺമെന്റ് ആദ്യത്തെ സമ്പൂർണമായ ഒരു ഫുൾ സ്വിംഗിൽ നടന്ന ഇന്നത്തെ ക്യാബിനറ്റിൽ അത് പിൻവലിച്ചു എന്നുള്ളതും സമര സഖാക്കൾക്കെതിരെ നടന്ന കേസുകൾ പിൻവലിക്കുമെന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ ഈ അലൈൻമെന്റ് നോട്ടിഫിക്കേഷൻ, ഭൂമി അക്വയർ ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ പിൻവലിക്കുന്നു എന്ന് പറയുന്നതും ഏറെ ആഹ്ലാദകരമാണ്. ഗവൺമെന്റിനെയും ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. പി ശ്യാംരാജ്, അതിവേഗ പാതയിൽ 3 പ്രൊജക്ടുകൾ ഉണ്ട് കേന്ദ്രത്തിന്റെ മുന്നിൽ എന്നുള്ളത് മുൻപ് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ നോക്കൂ, UDFന്റെ പ്രകടന പത്രികയിലും ഹൈസ്പീഡ് റെയിൽ അവർ പ്രധാന വാഗ്ദാനമായി പറയുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ഒരുപാട് അവ്യക്തതകൾ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിന്റെ അനുമതിയിലടക്കം കേരളം പലപ്പോഴും ഒരു കാര്യം പറയുന്നു, BJPയുമായി ബന്ധപ്പെട്ട നേതാക്കൾ മറ്റൊരു കാര്യം പറയുന്നു. ആ നിലയിലായിരുന്നു അത് തുടർന്നു പോരുന്നത്. എന്തായാലും അവസാനം അത് ഉണ്ടാകുന്നില്ല, അത് അവസാനിക്കുന്നുണ്ട്. പകരം RRTS എന്ന് പറയുന്ന ഒരു പുതിയ മാതൃക കൂടി വെച്ചിട്ടാണ് ആ സർക്കാർ ഇറങ്ങുന്നത്. ഇനി എന്തായാലും അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകുമോ എന്നതിലും സംശയമാണ്. എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJPയുടെ നിലപാട് ശ്യാംരാജ്? പുതുതായി വന്ന സർക്കാരും ഹൈസ്പീഡ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അവരുടെ പ്രകടന പത്രികയിൽ. നോക്കൂ അസിത, ഇവിടെ നമുക്ക് കേരളത്തിൽ വേഗത്തിൽ സഞ്ചരിക്കണം എന്നുള്ളതും അതിവേഗ പാതകൾ വേണം എന്നുള്ളതും നമുക്ക് നിർബന്ധം തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ അത് കൊണ്ടുവരുമ്പോൾ എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം എന്ന് പറയും. നോക്കൂ, ഇവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കാലങ്ങളായി, പതിറ്റാണ്ടുകളായി വികസന വിരോധികൾ എന്നുള്ള ഒരു പേര് കേട്ട് മടുത്തപ്പോൾ ആ പേര് മായ്ക്കാൻ വേണ്ടിയിട്ട് അവർ വേണ്ട രീതിയിലുള്ള പഠനമോ വേണ്ട രീതിയിലുള്ള ഗ്രാഹ്യം അവർക്ക് പോലും ഇല്ലാതെ കൊണ്ടുവന്ന ഒരു പദ്ധതിയായിട്ടാണ് ഈ കേരളിനെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നോക്കൂ, ഈ കേരള പദ്ധതിയെ കുറിച്ചിട്ട് അവരുടെ നേതാക്കന്മാർ, ഇപ്പം നമ്മൾ വളരെയധികം ട്രോളുകളൊക്കെ ചെയ്തിട്ട് ശ്രീ MV ഗോവിന്ദന്റെ മറ്റേ കൂറ്റനാട് നിന്ന് അപ്പം കൊച്ചിയിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞൊരു പ്രസ്താവന നിങ്ങൾ കണ്ടു നോക്കൂ. കാരണം അവരുടെ സംസ്ഥാന സെക്രട്ടറിക്ക് പോലും സീരിയസ് ആയിട്ട് ഇത് എന്താണ് ഈ പ്രൊജക്റ്റ് എന്നോ ഈ പ്രൊജക്റ്റ് കൊണ്ട് നമ്മുടെ നാടിനുണ്ടാകുന്ന ഗുണം എന്തെന്നോ വിവരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ നോക്കുക, ഇന്ത്യയിലെ ഏറ്റവും ഡെൻസിറ്റി കൂടിയ, ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമാണ് കേരളത്തിലേത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരുപാട് ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്ക് ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുൻ സർക്കാരിന് കഴിഞ്ഞിരുന്നോ? ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. നമ്മുടെ ജനസംഖ്യാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വലിപ്പക്കുറവ്, നമ്മുടെ ഒരു വലിപ്പത്തിൽ കുറഞ്ഞ ഒരു സംസ്ഥാനമാണ്. ആ വലിപ്പക്കുറവ് അനുസരിച്ചിട്ട് നമ്മുടെ ഭൂമിയെ 2 വശങ്ങളായിട്ട് ഭാഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇനി ഈ പ്രളയ സാധ്യതകളൊക്കെ കൂടുതലുള്ള ഒരു സ്ഥലത്ത് എംബാങ്ക്മെന്റ് പോലുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ വലിയ മതിലുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചൊന്നും യാതൊരു പഠനങ്ങളും നടത്തിയിരുന്നില്ല എന്നേ. അപ്പോൾ അങ്ങനെ തട്ടിക്കൂട്ടി കൊണ്ടുവന്ന ജനങ്ങളെ, ഞങ്ങളെ വിടൂ, പ്രതിപക്ഷ BJPനെ വിടൂ, ജനങ്ങളെ, കേരളത്തിലെ സാധാരണ ജനങ്ങളെ പോലും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഒരു പ്രൊജക്റ്റ് ആയിരുന്നത് കൊണ്ടിട്ടാണ് ഇവിടെ ജനങ്ങൾ അതിനെ എതിർത്തിട്ടുള്ളത്. ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അദ്ദേഹം ബുള്ളറ്റ് ട്രെയിനെ കുറിച്ചിട്ടൊക്കെ, രാജ്യത്തിന്റെ മറ്റിടങ്ങളിലേക്കുള്ള ബുള്ളറ്റ് ട്രെയിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇന്നലെയും ഇനിയാന്നൊക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അഹമ്മദാബാദ് മുംബൈ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബുള്ളറ്റ് ട്രെയിൻ ഏകദേശം 2 മണിക്കൂറോളം സമയമെടുത്തിട്ട് നമുക്ക് അവിടെ ആ യാത്ര നമുക്ക് തീർക്കാൻ വേണ്ടി സാധിക്കും. നോക്കൂ, അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ഡെൻസിറ്റി കുറഞ്ഞ 2 സംസ്ഥാനങ്ങളാണ്. ഒന്ന്, അതിവേഗ റെയിൽ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ അത് സിൽവർ ലൈൻ വേണമെന്ന നിർബന്ധം ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നീട് കേന്ദ്രം നിർദ്ദേശിക്കുന്ന പ്രകാരം സംസ്ഥാനത്തിന് കൂടി പറ്റുന്ന നിലയിൽ അവിടെയാണല്ലോ മെട്രോമാൻ ഈ ശ്രീധരന്റെ ഒരു പദ്ധതിയൊക്കെ വന്നത്. അതാണെങ്കിൽ അത് എന്നുള്ളത് പോലും പറഞ്ഞിരുന്നു അന്നത്തെ സംസ്ഥാന സർക്കാർ. അപ്പോൾ അങ്ങനെ കേന്ദ്രത്തിന്റെ കൂടി അനുമതിയോടുകൂടി നമുക്ക് ഏറ്റവും അനുയോജ്യമായ നിലയിൽ അത് എങ്ങനെ നടപ്പിലാക്കാൻ വേണമെങ്കിലും അവർ തയ്യാറായിരുന്നു. അപ്പോൾ എന്താണ് അവിടെ ഒരു ഇടപെടൽ ഉണ്ടാകാതിരുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന്? അതാണ് ചോദ്യം. ആര് പറഞ്ഞു? നോക്കൂ, നമ്മുടേതുപോലെ ഒരു രാജ്യത്ത് ഒരു കേന്ദ്ര സർക്കാരിന് അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഫെഡറലിസത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പറഞ്ഞതായിരുന്നു. അതിലെങ്ങനെയായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട്? കേന്ദ്രത്തിന്റെ പഠനം എങ്ങനെയാണ് അതിൽ നടന്നത്? അതൊന്ന് പറയുമോ? അല്ല, ഞാൻ പറയട്ടെ. ഈ ശ്രീധരന്റെ ഒരു റിപ്പോർട്ട് കൊടുത്ത് 70% വരുന്ന എലിവേറ്റഡ് ട്രാക്ക് ആയിട്ടുള്ള ഒരു 25% അണ്ടർഗ്രൗണ്ടിലൂടെ ട്രാക്ക് കൊണ്ടുവരുന്ന ഒരു പ്രപ്പോസൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടെന്നേ. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ എന്താണ്? അല്ല ശ്യാം, ഞാൻ ചോദിക്കുന്നത് അതല്ല ശ്യാം. സംസ്ഥാന സർക്കാർ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. ശ്യാം, ഞാൻ തർക്കിക്കാനല്ലോ, എന്റെ ചോദ്യം ക്ലിയർ ആണ്. അതിൽ അറിയാനുള്ള ആഗ്രഹം കൊണ്ടുകൂടിയാണ് ഒരു കേരളത്തിലെ ഒരു പൗര എന്നുള്ള നിലയിൽ. പിന്നീട് ഇപ്പോൾ ഈ ശ്രീധരന്റെ അടക്കം പ്രൊജക്റ്റിൽ കേരളത്തിന് അനുഗുണമായത് നടപ്പിലാക്കാമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
3 പ്രൊജക്ടുകൾ മുന്നിലുണ്ട് എന്ന് പാർലമെന്റിൽ തന്നെ സമ്മതിച്ച കേന്ദ്ര സർക്കാർ ആ 3 പ്രൊജക്ടിന്മേലും നടത്തിയ പഠനം, ഏതെങ്കിലും പഠനം നടത്തിയാലാണല്ലോ ഏതാണ് നമുക്ക് ഗുണമായതെന്ന് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ അതിൽ നടത്തിയ പഠനം എന്തായിരുന്നു? അതിൽ സ്വീകരിച്ച ആക്ഷൻ എന്തായിരുന്നു? അല്ല, അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് പ്രശ്നം എന്താ അറിയോ? അതായത് കേന്ദ്ര സർക്കാരിന് എന്താണ് ചെയ്യാൻ വേണ്ടി വരുന്നത്? ഈ കൊണ്ടുവരുന്ന പ്രൊജക്റ്റുകളെ കുറിച്ചിട്ട് പഠിക്കാം, പഠനം നടത്താം. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് വേണമെങ്കിൽ ചെയ്യാമെന്നുള്ള കാര്യം വരാം. പക്ഷെ അതിന്റെ ഇനിഷ്യേറ്റീവ് എവിടെ നിന്നാണ് വരേണ്ടത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സംസ്ഥാന സർക്കാർ ഒരിക്കലും ഒരു കേന്ദ്ര സർക്കാരിനൊന്നും ഇതാ നിങ്ങൾ ഈ പ്രൊജക്ട് ചെയ്തോ, ഇത് വാക്കാൽ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ മാധ്യമങ്ങളോട് ഞങ്ങൾ ഏത് വേണമെങ്കിലും അംഗീകരിക്കാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ PM ശ്രീ പോലുള്ള പദ്ധതി പോലും അംഗീകരിക്കാത്ത കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേന്ദ്ര സർക്കാർ ഇതാ നിങ്ങൾ ഈ പ്രൊജക്ട് കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞ ഉടനെ അവർ സമ്മതിക്കൂ? അവർ സമ്മതിക്കില്ല. അതാണ് പ്രശ്നം. അസിത, 3 എണ്ണം മുന്നിലുണ്ട് എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ ആ 3 എണ്ണത്തിൽ എന്ത് ആക്ഷൻ എടുത്തു, എന്ത് ആക്ട് ചെയ്തു? കേന്ദ്രത്തിന്റെ ആക്ട് എന്തായിരുന്നു? അതൊന്ന് പറയുമോ? അത് മാത്രമാണ് ഇതിൽ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ശ്രീധരന്റെ പ്രപ്പോസൽ കൊണ്ടുവന്നു, അത് കേന്ദ്ര സർക്കാർ കേട്ടു. ശ്രീ അശ്വിനി വൈഷ്ണവ് അതിനെ വളരെ അനുഭവപൂർവ്വമല്ല പരിഗണിച്ചിട്ടുള്ളത്. അത് വേണമെങ്കിൽ നടപ്പിലാക്കാമെന്ന് പറയുകയും ചെയ്തു. പക്ഷെ അതിന്റെയും പിന്തുണ എവിടെ നിന്നാണ് വേണ്ടത്? ഈ ശ്രീധരന്റെ ഒക്കെ എത്ര വേണം അദ്ദേഹത്തിന്റെ ബൈറ്റ് അദ്ദേഹം ആ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളോട് സംസാരിച്ചല്ലേ? അതാണ് ഈ കേരളയിൽ നിന്ന് വിരുദ്ധമായിട്ട് 70% വരുന്ന എലവേറ്റഡ് ട്രാക്കും ബാക്കി 25% വരുന്ന അണ്ടർഗ്രൗണ്ട് ട്രാക്കും വെറും 5% മാത്രം ജനങ്ങളെ ബാധിക്കുന്ന രീതിയിൽ. അതിനകത്ത് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, നമ്മൾ ഈ ട്രാക്ക് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഇത് നമുക്ക് ആകെ വരുന്നത് അതായത് ഈ റെയിൽവേ പില്ലറിന് വേണ്ടിയിട്ടുള്ള മാത്രമുള്ള സ്ഥലമാണ് വരിക. അങ്ങനെ വരുമ്പോൾ ഏറ്റെടുത്ത സ്ഥലങ്ങൾക്ക് വലിയ ബഹുനില കെട്ടിടങ്ങളോ വലിയ മരങ്ങളോ ഒന്നുമല്ലാതെ ചെറിയ കൃഷി ചെയ്യുവാൻ വേണ്ടിയിട്ട് ആ ആളുകൾക്ക്, അതായത് ഉടമസ്ഥർക്ക് തന്നെ വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം എന്നുള്ള പ്രപ്പോസൽ വരെ ഈ ശ്രീധരൻ കൊണ്ടുവന്നു. പക്ഷെ ഇതൊക്കെ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട ആരാണ് അസിത? നമ്മുടെ പോലെ രാജ്യത്ത് ഈ പ്രൊജക്ട് മതി അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് സംസ്ഥാന സർക്കാർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടെ അതാണ് ഞാൻ PM ശ്രീയുമായിട്ട് ബന്ധിപ്പിച്ച് ഞാൻ പറയുന്നത്. അവിടെ ഇവരുടെ ഈഗോ വർക്ക് ചെയ്യും, അവിടെ ഇവരുടെ പൊളിറ്റിക്സ് വർക്ക് ചെയ്യും. അവിടെ ഇവർ പറയും ദാ കേന്ദ്ര സർക്കാർ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നേ എന്ന് പറയും, ദാ ഫെഡറലിസത്തെ ബാധിപ്പിക്കുന്നേ എന്ന് പറയുന്നത്. അവിടെയാണ് പ്രശ്നം. കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ തുറന്ന സമീപനമാണ്. നമ്മുടെ നാടിന്റെ അതല്ല ഞാൻ പറഞ്ഞു, ബുള്ളറ്റ് ട്രെയിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുന്ന, നമ്മുടെ ജനതയ്ക്ക്, നമ്മുടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള, നമ്മുടെ സാമ്പത്തിക രംഗത്തെ വലിയ രീതിയിൽ ബാധിക്കാത്ത ഏതൊരു പ്രപ്പോസലും ഏതൊരു വികസനത്തിനും പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ BJP സർക്കാർ തയ്യാർ തന്നെയാണ്. ഒരു ഉദാഹരണം സർക്കാർ മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനങ്ങളിൽ ഒന്ന് ഹൈസ്പീഡാണ്, അതിൽ തർക്കമില്ല. അപ്പോൾ ആ നിലയിലുള്ള പ്രപ്പോസൽ വന്നാൽ അത് നടപ്പിലാക്കാൻ, അതിന്റെ എല്ലാ അനുകൂലമായ സമീപനം സ്വീകരിക്കാൻ തയ്യാറാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് BJPയുടെ പ്രതിനിധിയായി വന്നിരിക്കുന്ന ശ്യാം പറയുകയും ചെയ്തത്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ എന്റെ സംശയം റിജിൽ, നോക്കൂ, നിങ്ങളെ വളരെ വിശ്വാസത്തോടു കൂടി കാണുന്ന ഒരു ജനതയാണ് ഇനി നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഹൈസ്പീഡ് UDF സർക്കാർ നിങ്ങളുടെ സ്വപ്നമായി മുന്നോട്ട് വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ നോക്കൂ, അത് സിൽവർ ലൈൻ എന്നല്ല, ഇനി ഏത് പ്രൊജക്ട് വന്നാലും ശരി, ഈ അടുക്കളയും കുളിമുറിയും കിടപ്പുമുറിയിലൂടെ ഒന്നും സർവേ നടത്താതെ ഒരു പദ്ധതിയും കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല റിജിൽ. അപ്പോഴും ഈ പ്രശ്നമില്ലേ? അപ്പോൾ സിൽവർ ലൈനെ നിങ്ങൾ വിമർശിച്ചവർ എങ്ങനെയാണ് ഈ നിലയിൽ ഓരോ ആളുകളുടെ കിടപ്പാടത്തിലേക്ക് സർവേ നടത്താതെ അത് നടപ്പിലാക്കാൻ പോകുന്നത്? നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മാറുന്ന ഇന്നത്തെ സാഹചര്യത്തിനകത്ത് വികസനം അനിവാര്യമാണ്, പ്രത്യേകിച്ച് റോഡുകൾ അനിവാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞത് അവരാണ് എല്ലാ വികസനവും ഇവിടെ കൊണ്ടുവന്നത്, ഞങ്ങളാണ് വികസനത്തിൻ്റെ ഏറ്റവും വലിയ അപ്പോസ്റ്റലന്മാരെന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. വസ്തുത അങ്ങനെയല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഏതൊക്കെ വികസനത്തെ എതിർത്തവരാണ് എന്നും നമുക്ക് നന്നായിട്ട് അറിയാം. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലമേറ്റെടുക്കൽ വിഷയം, ആ സ്ഥലമേറ്റെടുക്കാനുള്ള തീരുമാനം ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ആണ്. ഈ ഏറ്റെടുക്കുന്ന ആളുകൾക്ക് ആവശ്യമായ രൂപത്തിലുള്ള നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നിയമം ഈ രാജ്യത്ത് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ഈ പറയുന്ന സ്ഥലം ഏറ്റെടുക്കാൻ ആളുകളുടെ അനുമതി കിട്ടിയത്. അവരെ തെരുവിൽ അയക്കാതെ അവർക്ക് ഏറ്റവും നല്ല കോമ്പൻസേഷൻ കൊടുക്കാനുള്ള തീരുമാനമെടുത്തത് അന്നത്തെ UPA സർക്കാരായിരുന്നു. ആ നിയമം അനുസരിച്ചിട്ടാണ് ആ സ്ഥലം ഏറ്റെടുത്തതെന്ന വസ്തുതയാണ്. പക്ഷെ അങ്ങനെയാണോ കേരളയിലുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കാൻ അത്തരം തീരുമാനം ഉണ്ടായിരുന്നോ? ഇത്തരത്തിലുള്ള പണം കണ്ടെത്താൻ സാധിക്കുമെന്ന് കരുതിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ പണം കണ്ടെത്തുക എന്നതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നോ? സംസ്ഥാന സർക്കാരിന് ഈ പണം കൊടുക്കാനുള്ള സാമ്പത്തിക സൗകര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ആ രൂപത്തിൽ സാമ്പത്തികമായി ഏറെ പ്രതിസന്ധി നേരിട്ട ഈ സാഹചര്യത്തിനകത്ത് ഈ കണക്കിന് ഭൂമി ഏറ്റെടുത്ത് ആ ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് അവർക്കനുസരിച്ചുള്ള കോമ്പൻസേഷൻ കൊടുക്കുമെന്ന് പറയാൻ സാധിക്കാത്തപ്പോൾ അത് നിർത്തലാക്കിയപ്പോൾ ഞങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കും പറയുമ്പോഴും ആ കാലയളവിലായിരുന്നില്ലേ ദേശീയപാത വികസനത്തിന് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തതും ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത നിലയിൽ അതിന് വലിയ തുക വഹിക്കുകയും ചെയ്തത്? അതെ
മീൻസ് ഞാൻ പറയട്ടെ, ആ സമയത്ത് എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കോമ്പൻസേഷൻ അത് അന്ന് സർക്കാർ മീൻസ് അന്നത്തെ UPA സർക്കാർ അത്തരമൊരു നിയമം അടിസ്ഥാനത്തിൽ എടുത്തത് കൊണ്ട് ആർക്കും പരാതി ഉണ്ടായിട്ടില്ല. അവർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പിന്നെ ഇത് കിട്ടിയിട്ടുണ്ട്, കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെയായിരുന്നു സ്ഥിതി. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച DPRന്റെ കാര്യം എന്താണ്? DPR സുപ്രീം കോടതി DPR കുറിച്ച് പറഞ്ഞല്ലോ. അല്ല അങ്ങനെയാണെങ്കിൽ മുൻവിധി ഇല്ല എങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ നടപ്പാക്കാഞ്ഞത്? സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് നടക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ അതേ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളപ്പോൾ മറ്റെല്ലാ പദ്ധതികൾക്കും അത് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത് നടക്കില്ല എന്നുള്ളത് എങ്ങനെ തീരുമാനിക്കാനായി മുൻകൂട്ടി? അല്ല ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കൂ. ഞാൻ പറഞ്ഞെന്താണ്, സാമ്പത്തിക പ്രതിസന്ധി ഓടൊപ്പം തന്നെ കേരളത്തിന്റെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതാണ്. കേരളത്തിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു പ്രളയങ്ങളും അതുമായി ബന്ധപ്പെട്ട പല പിന്നെ ദുരന്തങ്ങളും ഏറ്റുവാങ്ങിയ ഒരു സംസ്ഥാനമാണ് ഈ സമീപകാലത്തൊക്കെ. ആ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പദ്ധതിയുമായി മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു കൃത്യമായ പാരിസ്ഥിതിക ആഘാത പഠനമോ ഒരു കൃത്യമായ DPRO തയ്യാറാക്കാതെ ഇത് കൊണ്ടുവന്നപ്പോഴാണ് സ്വാഭാവികമായി എതിർക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ റോഡ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലേക്ക് എടുക്കാൻ പറ്റത്തക്ക രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തന്നെ ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുക, അവർ പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കുവച്ചിട്ടുണ്ടല്ലോ. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടാൻ സാധിക്കില്ല? റെയിൽവേയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ റെയിൽവേ ലൈനുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രൂപത്തിലേക്കുള്ള ഭൂമി ഏറ്റെടുക്കത്തക്ക രൂപത്തിലുള്ള കാര്യങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഹൈസ്പീഡ് റെയിൽ എന്ന് പറയുമ്പോൾ പുതുതായി ഒരു ബദൽ തന്നെ വരേണ്ടി വരും അതിൽ. അപ്പോൾ റിജിൽ പറഞ്ഞതുപോലെ അവിടെ ഈ പാരിസ്ഥിതികാഘാത പഠനം മറ്റെല്ലാം നടക്കട്ടെ, DPR അതൊക്കെ പ്രോപ്പറായി അതൊക്കെ നടക്കട്ടെ. അതിനൊക്കെ ശേഷം ഭൂമി ഏറ്റെടുക്കുക എന്നൊരു ഘട്ടത്തിലേക്ക് വരുമല്ലോ, അത് UDF-നും വന്നേ തീരൂ. അപ്പോൾ ഭൂമി ഏറ്റെടുക്കലിലേക്ക് വരുമ്പോൾ അവിടെയാണ് ഞാൻ മുൻപ് ചോദിച്ചത്, ഒരാളുടെയും കിടപ്പാടം ഏറ്റെടുക്കാതെ അല്ലെങ്കിൽ ആ കിടപ്പാടത്തിലേക്ക് ഒരു സർവേക്ക് പോലും പോകേണ്ടി വരാതെ അത് നടപ്പിലാക്കാൻ സാധിക്കുമോ? അത് UDF-നായാലും ആർക്കായാലും. ഞാൻ പറഞ്ഞു വന്നത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ കേരളത്തിൻ്റെ റെയിലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏക്കറുകണക്കിന് സ്ഥലങ്ങളുണ്ട്. തീർച്ചയായും റെയിൽവേയുമായി സഹകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം സ്ഥലങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുമോ? അത് ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളിലൂടെ അല്ലാതെ. ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു കുറ്റി പൊരിച്ചപ്പം ഒരു വീടിൻ്റെ മുറ്റത്തു നിന്നാണ് കുറ്റി പൊരിച്ചത്. തീർച്ചയായും കണ്ണൂർ ടൗൺ എന്ന് പറയുന്ന കണ്ണൂരിൻ്റെ ഹൃദയഭാഗമാണ്. കണ്ണൂരിൻ്റെ ഹൃദയഭാഗത്തിലൂടെയാണ് ഈ റെയിൽ കടന്നു പോകുന്നത്. അങ്ങനെയല്ലാതെ പോകാൻ പറ്റത്തക്ക രൂപത്തിലേക്കുള്ള സ്ഥലം അവിടെ ഉണ്ട്. അത് ഏറ്റെടുക്കാൻ സാധിക്കണം. ആ രൂപത്തിലേക്ക് കൊണ്ടുപോകാം. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അങ്ങനെ ഒരു ജനവാസ മേഖലയിലൂടെയും അല്ലാതെ ഒരു പ്രധാനപ്പെട്ട ടൗണുകളിലൂടെ അല്ലാതെ ഒരു പ്രധാനപ്പെട്ട നഗരങ്ങളിലൂടെ അല്ലാതെ അതിന് സാധിക്കും എന്നുള്ളതാണോ റിജിൽ വിശ്വസിക്കുന്നത്? അല്ല ഞാൻ പറഞ്ഞു വന്ന കാര്യമാണ്. അതുകൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാകും കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ കേരള വിഷയത്തിനകത്ത് ഇത്രയേറെ സമരം നടത്തി ഈ വിഷയത്തിനകത്ത് ജനങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾക്ക് ഒരിക്കലും ആ ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഞങ്ങൾ ആ സമരത്തിന് മുമ്പിൽ നിന്ന ആളുകളല്ലേ. തീർച്ചയായിട്ടും അത്തരം ഒരു കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായും ഈ ജനങ്ങൾ ഞങ്ങൾക്കെതിരാവില്ലേ. അതുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിലേക്ക് അത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ആലോചിച്ച ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അവർ വെച്ചത്? അങ്ങനെ വെച്ച പല ആളുകളുണ്ടല്ലോ. ഈ കേരളയിലല്ലാതെ ഈ പദ്ധതിയല്ല ഈ ഇടതുപക്ഷം പ്രഖ്യാപിച്ചതുപോലെ അല്ലാതെ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള പല കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട ആ ഘട്ടത്തിൽ പലതരത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ലേ? സ്വാഭാവികമായി അതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ തീരുമാനമെടുക്കാൻ പോവുക. പിന്നെ ഒറ്റ കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ LDF-ന്റെ പ്രതിനിധി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? ഹലോ, കേൾക്കാമോ? ഹലോ, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞു ഈ കേരളത്തിന്റെ സമീപകാലത്ത് കേരളം ഇതുപോലെ പിറകോട്ട് പോയതിന്റെ കാരണം ഇടതുപക്ഷമായിരുന്നല്ലോ. കേരളത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾ തുരങ്കം വെച്ചത് നമുക്കറിയാലോ. ഡോക്ടർ MK മുനീർ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയായ സമയത്ത് കൊണ്ടുവന്ന ആ എക്സ്പ്രസ് ഹൈവേ അന്ന് ഇത്ര ജനസാന്ദ്രതയില്ല. അതിനെ തടഞ്ഞു നിർത്തി അതിനെ സമരം നടത്തിയ ആളുകളാരായിരുന്നു? ഗെയിൽ പൈപ്പ് ലൈനെതിരായി അത് ഭൂമിക്കടിയിലുള്ള ബോംബാണെന്ന് പറഞ്ഞ് സമരം നടത്തിയ ആരായിരുന്നു? മെട്രോക്കെതിരായി സമരം നടത്തിയ ആരായിരുന്നു? ഞങ്ങൾ 5 വർഷക്കാലം കൊണ്ട് 90% മെട്രോ പൂർത്തിയാക്കി. ഞങ്ങൾ എയർപോർട്ടിന്റെ പണി പൂർത്തിയാക്കി. 10 വർഷക്കാലമായി നിങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? മട്ടന്നൂർ എയർപോർട്ടിനകത്ത് നിങ്ങൾക്ക് ഇത്രയേറെ സ്ഥലം അവിടെ ഉണ്ടായിട്ട് പോലും എന്താക്കാൻ അവിടെ സാധിച്ചു? നിങ്ങൾ പരിശോധിക്കണ്ടേ? നിങ്ങൾക്ക് സാധിച്ചോ? നിങ്ങൾ മെട്രോ കാക്കനാടേക്ക് ഒരു എക്സ്റ്റൻഷൻ നടത്താൻ 10 കൊല്ലമായിട്ട് നിങ്ങൾക്ക് സാധിച്ചോ? ആ 5 കൊല്ലം കൊണ്ടാണ് 90% പൂർത്തിയാക്കിയത് ആര്? ഞങ്ങളായിരുന്നു. എന്തുകൊണ്ട് സാധിച്ചിട്ടില്ല? വിഴിഞ്ഞത്തിന്റെ നിങ്ങൾ പറയും ഞങ്ങൾ പിണറായി വിജയനാണ്. എത്ര കൊല്ലം എടുത്തു? നിങ്ങൾക്ക് അതിനകത്ത് ഒച്ചിന്റെ വേഗത മാത്രമാണ് ഉണ്ടായത്. നിങ്ങൾ അങ്ങനെ നിങ്ങൾ വികസനം നടത്തി കേരളത്തെ
അതിസമ്പന്നമായ ഒരു സംസ്ഥാനമാക്കി മാറ്റിയെങ്കിൽ 102 സീറ്റുമായി ഒരിക്കലും UDF അധികാരത്തിൽ വരില്ല. ജനങ്ങളെ കൊള്ളയടിക്കാൻ മാത്രം നിങ്ങൾ പദ്ധതി കൊണ്ടുവന്നു എന്നതിനപ്പുറത്തേക്ക് ജനപക്ഷ നിലപാടിനകത്ത് നിൽക്കാതെ കൊണ്ടാണ് നിങ്ങളെ പാർട്ടി കോട്ടകൾ ഉൾപ്പെടെ ഒലിച്ചു പോയത് എന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി മനസ്സിലാക്കുക. തീർച്ചയായും ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ജനങ്ങളാണ് വലുത്, ജനങ്ങളാണ് ദാസന്മാർ, അവർക്ക് മെക്കിട്ട് കയറാൻ ഞങ്ങളില്ലോ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ്. ഇതേപോലെ പോയാൽ ഞങ്ങൾക്കും ഇതേ ഗതി വരുമെന്നുള്ള ബോധം ഞങ്ങളുടെ നേതൃത്വം ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലുള്ള പരമാവധി ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസനത്തിലേക്ക് ഞങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ടെസ്റ്റ് ലോസ് വന്നിട്ടേ ഉള്ളൂ. നാളുകളിൽ കേരളത്തിന്റെ 5 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ആകെ മുഖച്ഛായ മാറത്തക്ക രൂപത്തിലുള്ള വലിയ പദ്ധതികളുമായി തീർച്ചയായും ഞങ്ങൾ മുമ്പോട്ട് വരും. അത് ഇച്ഛാശക്തിയോടുകൂടി ഞങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് പറയാനുള്ളത്. ശ്രീ പി കെ ഗോപൻ, കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷം സൈബർ അടങ്ങൾ ഒക്കെ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചൊരു വാചകമായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ കേരയിൽ വരും കേട്ടോ എന്നുള്ളൊരു വാചകം. അപ്പോൾ അത് വലിയ ആത്മവിശ്വാസത്തോടു കൂടി കേരളം കേൾക്കുമ്പോഴും അതിൽ മറുപക്ഷത്ത് നിന്ന മനുഷ്യരുടെ വേദന ഇന്നിപ്പോൾ ഈ പദ്ധതി റദ്ദാക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച ശേഷം അവർ വിശദീകരിക്കുന്നുണ്ട്. അത് ഓരോ തവണ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ആ വാചകം കേൾക്കുമ്പോഴും ഞങ്ങളുടെ നെഞ്ചിൽ തീയായിരുന്നു എന്നുള്ളതാണ് ആ ജനങ്ങൾ പറയുന്നത്. ഗോപൻ, അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട ചുമതല നിങ്ങൾക്ക് ഉറപ്പായും ഉണ്ടായിരുന്നു. അത് ഉണ്ടായിട്ടില്ല എന്നുള്ളിടത്താണ് ഈ പദ്ധതി തന്നെ, അതിന്റെ ഉദ്ദേശശുദ്ധി തന്നെ സംശയിക്കപ്പെടാൻ കാരണം. ഇപ്പോഴും ഇസ്മായിൽ അടക്കം അതാണ് പറയുന്നത്. അപ്പോഴും നിങ്ങൾ ഇതിനെ രാഷ്ട്രീയ സമരം എന്നൊക്കെ വ്യാഖ്യാനിച്ചാൽ എങ്ങനെയിരിക്കും? ശ്രീമതി അസിത, 3 സഹപാനലിസ്റ്റുകളുടെ വിശദീകരണങ്ങളും ശ്രീമതി അസിതയുടെ ചോദ്യമുണ്ട്. അതുകൊണ്ട് മതിയായ സമയം തന്നാൽ മാത്രമേ എനിക്ക് ഈ ചർച്ചയിൽ കാര്യങ്ങൾ പറയാൻ കഴിയൂ. ഒന്ന്, സമരസമിതിയുടെ ഭാരവാഹി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഈ സമരത്തിൻ്റെ ഈ കേരയിൽ അവസാനിച്ചു എന്ന ഇതിൻ്റെ പേരിൽ ആശ്വാസം കിട്ടുന്ന മഞ്ഞക്കുറ്റി കിടന്ന ഏതെങ്കിലും സമരസമിതി പ്രവർത്തകർക്കോ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ ഭൂമിയുടെ ഉടമകൾക്കോ ഉള്ള ആശ്വാസത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്നു. അവർക്ക് സന്തോഷം നൽകുന്നെങ്കിൽ നൽകട്ടെ, അതിലൊന്നും എനിക്ക് തർക്കമില്ല. അവരുടെ ഭൂമി വിട്ടുകൊടുക്കാതെ ഭാവിയിൽ ഏതെങ്കിലും വികസന പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നെങ്കിൽ നമ്മുടെ ഭൂമി വിട്ടുകൊടുക്കണ്ട, വേറൊരാളുടെ ഭൂമി എടുത്ത് വികസന പ്രവർത്തനം നടന്നോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന സമരസമിതിക്കാരുണ്ടെങ്കിൽ അത് നടക്കട്ടെ. പിന്നെ അദ്ദേഹം ചില ആധുനിക വാക്കുകളെടുത്ത് കട്ടിയുള്ള വാക്കുകളെടുത്ത് ഉപയോഗിച്ചു. അതൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം കൂടി അദ്ദേഹം കണ്ടുപിടിക്കണമായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോർപ്പറേറ്റുകളെ കൊഴിപ്പിക്കാൻ അങ്ങ് പറയേണ്ടുന്ന ഒരു കാര്യം, ഏത് കോർപ്പറേറ്റിൻ്റെ പണം ഉപയോഗിച്ചിട്ടാണ് കേരളയിൽ ഫണ്ട് കണ്ടെത്താൻ തീരുമാനിച്ചത്? ഏത് കോർപ്പറേറ്റിലാണ് കേരളയിലെ വർക്ക് കൊടുക്കാൻ LDF തീരുമാനിച്ചത്? ഇവിടെ കോർപ്പറേറ്റുകളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇതിന് കേരളത്തിൽ 636 വളവുകളുണ്ട് നിലവിലുള്ള റെയിൽവേ ലൈന്. അത് നിവർത്തുക എന്നുള്ളത് ആർക്കും സാധ്യമാകുന്ന കാര്യമല്ല. അങ്ങനെ നിവർത്താൻ തീരുമാനിച്ചാൽ ഇതിനേക്കാൾ കൂടുതൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും. ഓരോ ടൗണിനകത്തു കൂടിയാണ് റെയിൽവേ ലൈൻ പോകുന്നത്. കൊല്ലമായിക്കൊള്ളട്ടെ, തിരുവനന്തപുരമായിക്കൊള്ളട്ടെ, തൃശ്ശൂരായിക്കൊള്ളട്ടെ, കോഴിക്കോടായിക്കൊള്ളട്ടെ, നഗര നടുവിൽ കൂടിയാണ് ഇതെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒന്നും വളവുകൾ നിവർത്തൽ പ്രായോഗികമല്ല. നിങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വന്ദേ ഭാരത് എന്ന ട്രെയിൻ യഥാർത്ഥത്തിൽ 11 തീവണ്ടികൾ പിടിച്ചിട്ടിട്ടാണ് അത് ഒരു സമയം ഓടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലൂടെ. അതാണ് നിങ്ങളിതിന് പകരമായിട്ട് പറഞ്ഞത്. അപ്പോൾ കേരളയിൽ എന്ന ഒരു റെയിൽ ലൈൻ കേരളത്തിന് അനിവാര്യമാണെന്നുള്ളതാണ്. ഇനി അങ്ങ് പറഞ്ഞു പുഴുക്കളെ പോലെ നരയിക്കുകയാണെന്ന് കേരളത്തിൽ ഈ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾ. നിങ്ങൾ നാഷണൽ ഹൈവേയുടെ അടുത്ത് താമസിക്കുന്നവരൊക്കെ ഒന്ന് പോയി കണ്ടാൽ കൊള്ളാം കേട്ടോ. ഇങ്ങനെയൊക്കെ വൈകുന്നേരം അതിരുന്ന് പറയുമ്പോൾ എനിക്ക് നേരിട്ട് പരിചയം. ഞാൻ ഹൈവേയിൽ നിന്നൊരു 6 കിലോമീറ്റർ അകലെ മാത്രമാണ് താമസിക്കുന്നത്. 1.5 കോടി രൂപ ഒരു സെൻറ്റിന് കിട്ടിയ ആളുകൾ വരെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതിൻ്റെ അവിടുത്തെ ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ 10-12 ലക്ഷം രൂപയാണ്. അതാണ് അവിടെ. ഇതിൻ്റെ ഇടയ്ക്കൂടെ UDFൻ്റെ പ്രതിനിധി പറഞ്ഞു മൻമോഹൻ സിംഗിൻ്റെ ഒരു നിയമം കൊണ്ടാണെന്ന്. അദ്ദേഹത്തിൻ്റെ അവസരം വരുമ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ മതി. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടി സാർ നാഷണൽ ഹൈവേ ഓഫീസ് കേരളത്തിൽ പിരിച്ചുവിട്ടത്. ഇനി അത് നടപ്പിലാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് താഴ്ത്തി വെച്ചിട്ട് പോയത് ബഹുമാനായ മൻമോഹൻ സിംഗ് സാർ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ തന്നെ ആളുകളെല്ലാം മറന്നു നിങ്ങൾ ധരിക്കരുത്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇതിനെക്കുറിച്ച്, ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് ഗ്രാഹ്യമില്ലെന്ന് സമരസമിതി. ഗ്രാഹ്യമില്ലെങ്കിൽ എങ്ങനെയാ സാർ ഈ നാഷണൽ ഹൈവേ 6 വരി പാത പൂർത്തിയാവുന്നത്? ഗ്രാഹ്യമില്ലെങ്കിൽ എങ്ങനെയാ ഈ മലയോരവും തീരദേശ പാത ഉണ്ടാക്കുന്നത്? ഗ്രാഹ്യമില്ലെങ്കിൽ എങ്ങനെയാ ഇന്ന് കേരളത്തിൽ റെയിൽ ലൈൻ, ഈ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കിയത്? അപ്പോൾ അങ്ങനൊന്നും വന്നിരുന്ന് ഇടതുപക്ഷത്തെ നിങ്ങൾ ആക്രമിക്കരുത്. രണ്ടാമത്തെ കാര്യം, BJPയുടെ പ്രതിനിധി പറഞ്ഞത് ബുള്ളറ്റ് ട്രെയിൻ വന്നിടത്ത് ജനസംഖ്യ കുറവാണ്, അതുകൊണ്ടാണ് ബുള്ളറ്റ് ട്രെയിൻ നടപ്പിലാക്കിയത്. എന്തൊരു വാദമാണിത്? മുംബൈ നഗരത്തിൽ ജനസംഖ്യ കുറവാണോ സാർ?
നിങ്ങൾക്ക് അവിടെ വളരെ കുറച്ച് പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് ജനങ്ങളുടെ അഭിപ്രായം കേൾക്കാതെ നിങ്ങൾക്ക് ഇപ്പോഴും ബോംബെയിൽ സമരം നടന്നുകൊണ്ടിരിക്കുക, നാസിക്കിലും മറ്റും ബുള്ളറ്റ് ട്രെയിനുമായി ബന്ധപ്പെട്ടിട്ട്. കേരളത്തിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്ററിന്, ഒരു ചതുരശ്ര കിലോമീറ്ററിന് 860 ദേശീയ ജനസംഖ്യ 430. നേരത്തെ അസിത ഇവിടെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഞാൻ അതിനോട് കൂട്ടിച്ചേർത്തൊരു കാര്യം കൂടി പറയാം. ഭാവിയിൽ PSC ചോദ്യം വരും, കേരളത്തിൽ ലോകത്തെ ഏറ്റവും വലിയ നഗരം ഏതാണ്? ആ നഗരം ഏതാന്നുള്ളതിൻ്റെ ഉത്തരം പറയാൻ പോകുന്ന ഒരുപക്ഷെ കേരളം എന്നായിരിക്കും. കാരണം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒറ്റ നഗര യൂണിറ്റായിട്ട് മാറാൻ പോവുകയാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ പൂത്ത മലരുകൾ തന്നെ എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ എവിടെ തിരിഞ്ഞാലും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമല്ല, നിങ്ങൾക്കൊരു സ്ഥലം കിട്ടില്ല. അവർക്ക് മാന്യമായ അക്കോമഡേഷൻ കൊടുത്ത് മാത്രമേ വികസന പ്രവർത്തനം നടത്താൻ പറ്റൂ. നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതി അനുസരിച്ച് ഭൂമി ഇല്ലാതെ റെയിൽവേ ലൈൻ നടപ്പിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. നടക്കട്ടെ എന്നാണ് ആശംസ അർപ്പിക്കുക. സമരസമിതിയുടെ ഇൻസ്പയർ സുഹൃത്തിന് ഞാൻ പറയുകയാണ്, മാത്രമാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ വികസനം അല്ല കേരളയിൽ വരും കേട്ടോ എന്നുള്ള പിണറായി വിജയന്റെ വാക്കിനെ ആദ്യയോടെ കേൾക്കുന്ന മനുഷ്യരെ എങ്ങനെ അഡ്രസ് ചെയ്തു നിങ്ങൾ? അല്ല ഞാൻ പറയട്ടെ, ഞാൻ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളായിട്ടാണ് ഭൂമി ഏറ്റെടുക്കേണ്ട പദ്ധതികൾ മാത്രമാണ് 4 കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. നാഷണൽ ഹൈവേയുടെ ഏറ്റവും ചേർന്ന് ഏറ്റവും വിലപിടിപ്പുള്ള ഭൂമിയാണ്. അത് ഏറ്റെടുത്തിട്ട് അവരെ തെരുവാധാരായി അവർക്ക് നല്ല കോമ്പൻസേഷൻ കൊടുത്തു. മലയോര ഹൈവേക്ക് നല്ല കോമ്പൻസേഷൻ, തീരദേശത്തിന് കൊടുത്തു, വൈദ്യുതി കൊടുത്തു, എപ്പോഴെങ്കിലും സമരം ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ പറഞ്ഞിരുന്നോ? ആ നിലയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നോ? അത് ഉണ്ടായില്ലല്ലോ. അത് കൊള്ളാമല്ലോ. അല്ല അത് കൊള്ളാമല്ലോ. അതെന്തൊരു ചോദ്യമാണ്. അതുപോലെ പരിഗണിക്കുമെന്ന് മാത്രമല്ല, ന്യായമായ കോമ്പൻസേഷൻ. ഇവിടെ കുറച്ച് ആളുകൾ ആ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഞാൻ ചിലയിടത്തൊക്കെ നേരത്തെ ഈ ചർച്ചയുടെ ഭാഗമായി പറഞ്ഞ കാര്യം എന്താ അറിയോ? ഈ ലാൻഡിന്റെ സർവേയുടെ സമയത്ത് തന്നെ പൈസ കൊടുക്കാൻ തീരുമാനിച്ചാൽ ജനങ്ങൾ ഇങ്ങോട്ട് വന്ന് പറയും നിങ്ങൾ ഭൂമി എടുത്തോളൂ. കാരണം എനിക്കത് ബോധ്യമുണ്ട്. നാഷയുടെ സൈഡിൽ ഇപ്പൊ നമ്മളൊരു പൊതുകാര്യത്തിന് ചെന്ന് നിന്നാൽ ചില പരിചയക്കാരെങ്കിലും വന്ന് പറയും എൻ്റെ ഭൂമി 1/2 സെന്റൂടെ ബാക്കി കിടപ്പുണ്ട്, നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുക. നേരത്തെ സമരം നടത്തിയിരുന്നവർ. ഇനി ഇതിന്റെ പാരിസ്ഥിതിക പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ പറഞ്ഞത്, BJPയുടെ സുഹൃത്ത് പറഞ്ഞത് എംബാങ്ക്മെന്റ് നടപ്പിലാക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലോ അത് പറഞ്ഞു. ശ്രീമതി അസിത, ഈ NH-66 അതിന്റെ ലാൻഡിന്റെ പണം നമ്മൾ അടച്ചു, പക്ഷെ അത് പണിയുന്നത് നാഷണൽ ഹൈവേ ആണല്ലോ. എത്ര സ്ഥലത്താ കേരളത്തിൽ എംബാങ്ക്മെന്റ്? എത്ര സ്ഥലത്താ അതിന്റെ പേരിൽ വയലിന്റെ മുകളിൽ മണ്ണ് കൂട്ടി വെച്ച് മതിൽ സൃഷ്ടിച്ചപ്പോൾ അത് ഇടിഞ്ഞ് താണുപോയത്? നാഷണൽ ഹൈവേ തകർന്നു പോയതിന്റെ കാരണം എന്താ? അവിടെ പില്ലറിലാ വരണ്ട, അടിയിൽ പാറയിൽ കൊണ്ടുപോയി പൈല് ചെയ്ത് പില്ലറിനകത്താണെങ്കിൽ നമ്മൾ നദിയിൽ പാലം കെട്ടുന്നത് പോലെ, കടലിന് നടുവിൽ പാലം കെട്ടുന്നത് പോലെ എത്ര ഭൂകമ്പം വന്നാലും തകരത്തില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ എംബാങ്ക്മെന്റ് നടപ്പിലാക്കുന്ന BJPയുടെ സുഹൃത്താ പറയുന്നത് നിങ്ങൾ റെയിൽവേ ലൈൻ എംബാങ്ക്മെന്റ് നടപ്പിലാക്കാൻ പാടില്ല എന്ന്. അവർ നാഷണൽ ഹൈവേയുടെ ഇപ്പൊ അവർക്ക് കേരളത്തിൽ NH-66 അവർ നടപ്പിലാക്കുമ്പോൾ അവർക്ക് 10 പൈസ ചെലവില്ല. അവർ 50,000 കോടി രൂപയും ടോള് പിരിക്കുകയാണ്. നമ്മൾ ഹൈവേയിൽ ഇറങ്ങി ഇനി യാത്ര ചെയ്യുമ്പോൾ 8 സ്ഥലത്ത് വലിയ ടോള് കൊടുക്കണം. ആ ടോളിന്റെ വിഹിതം സ്റ്റേറ്റ് ഗവൺമെന്റ് കിട്ടത്തില്ല. അത് കിട്ടാതെ തന്നെയാണ് നമ്മൾ 6,000 കോടി രൂപ ലാൻഡിന് അടച്ചത്. ഇന്ത്യ രാജ്യത്ത് ഒരു സ്റ്റേറ്റും ലാൻഡിന് പണം അടച്ചിട്ടില്ല. BJP ഭരിക്കുന്നിടത്തും അടച്ചിട്ടില്ല, കോൺഗ്രസ് ഭരിക്കുന്നിടത്തും അടച്ചിട്ടില്ല. അപ്പം അവർക്ക് ഈ കേരളയിൽ നടപ്പിലാക്കിയാൽ അതിന് ടോള് പിരിക്കാൻ പറ്റില്ല. ടോള് പിരിച്ചല്ല, അതിന് നമ്മൾ ബാങ്ക് വായ്പ എടുത്ത് മാത്രമേ നടപ്പിലാക്കാൻ പറ്റൂ. ഏത് ഗവൺമെന്റ് നിലനിൽക്കുമ്പോൾ പോലും എന്റെ ചോദ്യം അപ്പോഴും അതിലേക്ക് ഇപ്പോഴും താങ്കൾ വന്നിട്ടില്ല. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ദേശീയപാത വികസനത്തിൽ ജനങ്ങൾ അങ്ങോട്ട് പോയി ഞങ്ങളുടെ ഭൂമി ഏറ്റെടുത്തോളൂ എന്ന് പറയുന്നത് എന്താണ്? അത് അവർക്ക് ആ കാര്യത്തിൽ കിട്ടിയ ഒരു ഉറപ്പ് കൊണ്ടാണ്. ഇവിടെ അതൊന്നും ഇല്ലാതെ ഭൂമി ഏറ്റെടുക്കേണ്ട ആളുകളോട് ഒന്നും പറയാതെ ഒരു സുപ്രഭാതത്തിൽ അവരുടെ വീടിന് മുറ്റത്ത് കൊണ്ടുപോയി മഞ്ഞക്കുറ്റിയിട്ട്, അതൊക്കെ നമ്മളാണെങ്കിൽ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. വളരെ വലിയ സ്വപ്നമൊക്കെ കൊണ്ടൊരു വീട് വെക്കുന്നു, പലതും ലോണൊക്കെ ആയിരിക്കും. മറ്റുള്ളതൊക്കെ പിന്നീടല്ലേ SPK ഗോപൻ? നഷ്ടപരിഹാരമൊക്കെ രണ്ടാമതല്ലേ? അതിനു മുൻപ് സർവേ നടക്കാൻ പോകുന്നു. നമ്മൾ രാവിലെ കഥക് തുറക്കുമ്പോൾ കുറച്ച് ആളുകൾ വന്ന് സർവേ നടത്താൻ പോകുന്നു, അതിന്റെ ഭാഗമായി മഞ്ഞക്കുറ്റി ഇടുന്നു എന്നൊക്കെയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ? അങ്ങനെ മാത്രം ഒന്ന് ആലോചിച്ചാൽ മതിയല്ലോ. ശ്രീ TT ഇസ്മായിൽ, എന്തായാലും നിങ്ങളുടെ വളരെ നാളുകൾ നീണ്ട ആവശ്യം അതിപ്പോൾ സാധിച്ചിരിക്കുന്നു. മഞ്ഞക്കുറ്റികൾ പിഴുതെറിയാനായി തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ജനകീയ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് താങ്കൾ ആദ്യത്തെ ഘട്ടത്തിൽ സംസാരിച്ചു തുടങ്ങിയത് UDF സർക്കാരിനെ. പക്ഷേ ഇപ്പോൾ ഭരിക്കുന്ന ആ UDF സർക്കാരിനും അതിവേഗ റെയിൽ വേണ്ട എന്നൊരു കാഴ്ചപ്പാടില്ല. പ്രകടന പത്രികയിലടക്കം അത് ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി എത്രയൊക്കെ ജനങ്ങൾക്ക് അനുസൃതമായി ചെയ്തു എന്ന് പറയുമ്പോഴും അത് ചെയ്യുകയാണെങ്കിൽ ഒരുപാടിടത്ത് നമ്മൾ കണ്ട കാഴ്ചകൾ ആവർത്തിക്കേണ്ടി വരും, ഇല്ലേ? സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഞാൻ ആദ്യം സൂചിപ്പിക്കാനുള്ളത്, എൻ്റെ വാക്കുകളിൽ അടർത്തിയെടുത്ത് യാഥാർത്ഥ്യബോധമില്ലാതെയാണ് യഥാർത്ഥത്തിൽ ഡോക്ടർ ശ്രീ ഗോപനോട് സംസാരിച്ചത്. അതിന് ഞാൻ മറുപടി പറയുകയില്ല. കാരണം കഴിഞ്ഞ
6 വർഷമായി ഞങ്ങൾ സമരത്തിലാണ്. ഈ 6 വർഷവും ഞങ്ങൾ അധിക്ഷേപിക്കുകയായിരുന്നു സമരവിരുദ്ധർ. യഥാർത്ഥത്തിൽ ആ അധിക്ഷേപങ്ങളിൽ ഒക്കെ പിന്നെ അതിനൊക്കെ ഔട്ട്വിറ്റ് ചെയ്തുകൊണ്ടുള്ള വലിയ വിജയത്തിലേക്കാണ് ഇന്ന് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വേഗറയിലിന് ഞങ്ങൾ എതിരല്ല. യഥാർത്ഥത്തിൽ കേരള സംസ്ഥാനത്തെ മറ്റ് ഇതര സംസ്ഥാനങ്ങളുമായിട്ട് നമ്മൾ ഭൂമിശാസ്ത്രപരമായി താരതമ്യം ചെയ്യാൻ പാടില്ല. നമ്മൾ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ്. നമ്മൾ അറബിക്കടലിൽ നിന്ന് ഇപ്പുറത്തേക്ക് അളന്നു നോക്കിയാൽ ഓൺലി 60 കിലോമീറ്റേഴ്സ് ആണ് നമ്മുടെ വീതി കിടക്കുന്നത്. മാത്രമാണ് ഞാൻ ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് വരാനൊന്നും ഇടപെടുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇനിയായാലും ആ പദ്ധതി വന്നാൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും, വീടുകളടക്കം ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ എന്തായിരിക്കും നിലപാട്? ഒറ്റ വാക്ക്, മണ്ണിനും മനുഷ്യനും ഗുണപരമല്ലാത്ത അവർക്ക് പ്രതിരോധം തീർക്കേണ്ടി വരുന്ന ഏതൊരു പദ്ധതിയെയും എതിർക്കുന്നതായിരിക്കും കേരളത്തിലെ കേരളയിൽ വിരുദ്ധ സമരം നടത്തിയിട്ടുള്ള ജനതയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മുദ്രാവാക്യം. അപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ വികസനം വേണമെന്നുള്ളത്. ഒരിടത്തും ഭൂമി ഏറ്റെടുക്കാതെ ഒരു വീടും ഏറ്റെടുക്കാതെ എങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും അത്? എൻ്റെ വാക്കുകളിൽ അത് കൃത്യമാണ്. വേഗറയിൽ എന്ന് പറഞ്ഞത് അന്ന് ഞങ്ങൾ നിർദ്ദേശിച്ച ഒരു ഇടമുണ്ട്. ഇന്ത്യൻ റെയിൽവേ തന്നെ, പ്രത്യേകിച്ച് സദേൺ റെയിൽവേ അതിന്റെ 3-4 ട്രാക്കുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിലൊരു ട്രാക്ക് വേഗറയിലായിട്ട് പരിണമിപ്പിക്കാവുന്നുള്ളൂ, ആ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാവുന്നുള്ളൂ. മാത്രമല്ല ഇത് നിങ്ങൾ എത്ര തന്നെ ഓൾറെഡി അവിടെ ലാൻഡ് ഉണ്ട് മിസ്റ്റർ ഗോപൻ, ഓൾറെഡി അവിടെ ലാൻഡ് ഉണ്ട്. നിങ്ങളെ പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളിപ്പോ വളവുകളെ കുറിച്ച് ഭൂമി എടുക്കേണ്ടി വരത്തില്ല. നിലവിലുള്ള റെയിൽവേ ലൈനിൽ വീതി കൂട്ടുമ്പോൾ ഭൂമി എടുക്കേണ്ടി വരത്തില്ല. നിങ്ങൾ അങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞ 640, ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞ 640ഓളം വളവുകൾ നികത്താൻ, നിങ്ങൾ പറഞ്ഞ 640ഓളം വളവുകൾ നികത്താനും ഭൂമി എടുക്കണം. ഈ കൃത്യമായിട്ട് ഈ വളവുകളിലും സ്പീഡിൽ പോകുന്ന സാങ്കേതിക സംവിധാനം സ്വിറ്റ്സർലൻഡിൽ നിന്നും നമ്മൾ കടം വാങ്ങിയിട്ടുണ്ട്. അത് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ 3rd and 4th റെയിലിന് കൃത്യമായി ഈ റെയിലിലൂടെ നടന്നു നോക്കിയാൽ ശ്രീ ഗോപന് മനസ്സിലാകും, അവിടെ 3rd, 4th റെയിൽ എടുക്കാനുള്ള സംവിധാനം ഇപ്പൊ തന്നെ ഓൾറെഡി ഉണ്ട്. സ്ഥലം ഉണ്ട് അവിടെ. ആ സ്ഥലത്ത് കൂടി കുറച്ച് ഭീകരമല്ലാത്ത വിധം എന്നുള്ളതാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക്, ഭീകരമല്ലാത്ത വിധം. അത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അതിൽ ഒരു മനുഷ്യന്റെ വീട് പോയാലും 10 പേരുടെ വീട് പോയാലും അത് ഒരുപോലെ തന്നെയല്ലേ ശ്രീ ഇസ്മായിൽ? ഞാൻ വരാം. ശ്യാം, അതിലൊരു ചെറിയ മറുപടി. ശ്യാം, സമയപരിമിതി ഉണ്ട്, കുഞ്ഞു മറുപടി. ശ്യാമാണ് അതിൽ പറയേണ്ടത്. ഇവിടെ എനിക്കൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ പറ്റില്ല. ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികള് അടിക്കടി അല്ല നിക്ക് അല്ല അതിലോട്ട് വരാം. നോക്കൂ, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ ആവർത്തിച്ച് പറയുന്ന ഒരു കള്ളമുണ്ട്. ആ കള്ളം ഉണ്ടായിരിക്കാൻ പറയൂ. ആകെ 1 മിനിറ്റേ ഉള്ളൂ. ഉണ്ടായിരിക്കാൻ പറയൂ. അതിനുള്ള ഉത്തരം ഞാൻ തരാം. അതിനു മുമ്പ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ അടുപ്പിച്ച് പറയുന്ന ഒരു കള്ളം കൂടി എനിക്കിവിടെ പറയേണ്ടതായിട്ടുണ്ട്. നോക്കൂ, ദേശീയപാതയുടെ നിർമ്മാണത്തിലേക്ക് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭരിച്ചിരുന്ന സർക്കാരിന്റെ പങ്കെന്താന്നേ? ഏകദേശം 60,000 കോടിയോളം ചെലവ് വരുന്ന ഈ ദേശീയപാത നിർമ്മാണത്തിന് 20,000-22,000 കോടി രൂപയാണ് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി വരുന്നത്. ആ സ്ഥലം ഏറ്റെടുത്തതിന്റെ 25% മാത്രമേ സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഏകദേശം 5,000 കോടി രൂപ മാത്രമേ ഈ 60,000 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിട്ടുള്ള ദേശീയപാതയിലെ കേരളം ഭരിച്ച ഇടതുപക്ഷ സർക്കാർ കൊടുത്തിട്ടുള്ളൂ. എന്ന് മാത്രമല്ല, ബാക്കി വരട്ടെ, കേരളം മാത്രമല്ല, മറ്റൊരു ചോദ്യമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ, അതാണ് പറഞ്ഞത്. മധ്യപ്രദേശ് പറയാം. BJP ഭരിക്കുന്ന മധ്യപ്രദേശ് സ്ഥലം ഏറ്റെടുത്ത് പൂർണ്ണമായിട്ട് കൊടുക്കുന്നു. വേറെ സംസ്ഥാനം ഞാൻ പറയാം. BJP ഭരിക്കുന്ന മധ്യപ്രദേശ് സ്ഥലം ഏറ്റെടുത്തിട്ട് പൂർണ്ണമായിട്ട് 25% ഒന്നുമല്ല 100% സ്ഥലം ഏറ്റെടുത്ത് ദേശീയപാത നിർമ്മാണത്തിനായിട്ട് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. ഇനി ബീഹാറിൽ 50% പണം കൊടുക്കുന്ന ബീഹാറാണ്. കൊടുക്കാൻ വേണ്ടിട്ട് പോലും ഇവർ തയ്യാറായിട്ടില്ല. പിണറായി സർക്കാർ ആരംഭിച്ച ശവടക്കാണ് നടന്നത്. ആ ശവടക്കിന് നേതൃത്വം കൊടുത്തത് UDF സർക്കാരാണ്. ആ UDF സർക്കാരിന് അഭിവാദ്യങ്ങൾ പറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.
ശരി ഓക്കെ. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത റിജിൽ മാക്കുറ്റി, ഡോക്ടർ പി കെ ഗോപൻ, പി ശ്യാംരാജ്, ടി ഇസ്മായിൽ. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.